പ്രിയപ്പെട്ടവരെ, ഈ യുദ്ധത്തിൽ നിങ്ങൾ എല്ലാവരും കേൾക്കേണ്ട ഒരു വീഡിയോ ആണ്. ഇസ്രയേലിലുള്ള ഒരു മേയറാണ് കരഞ്ഞുകൊണ്ട് നെതന്യാഹുവിനോട് പറയുന്നത്, ഈ യുദ്ധം ഒന്ന് നിർത്തിത്തരൂ, എന്ത് വലിയ ആക്രമണമാണ് ഇസ്രയേൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, ദുരന്തം അനുഭവിക്കാൻ കഴിയുന്നില്ല, അത്രമാത്രം ജനങ്ങൾ കഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം, ഈ മേയർ, പത്രക്കാരുടെ മുന്നിൽ സംസാരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇസ്രയേലിന്റെ ചാനൽ 12 വരെ ഇത് റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എന്തുമാത്രം വലിയ ദുരവസ്ഥയാണ് ഇസ്രയേലിൽ ഉള്ളത്. ഇത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ കാണാൻ സാധിക്കും. בשביל להצליח אתה צריך מדינה, אי אפשר לבד. גמרתם את קריית שמונה, גמרתם את יישובי הגדר, גמרתם הכל כבר. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ഈ കാര്യം ആവശ്യപ്പെടുന്നത്. מה אתם עושים? מה אתם עושים, ריבונו של עולם? מה אתם עושים? നോക്കൂ, ഇസ്രയേലിന്റെ ചാനൽ 12ന്റെ മുന്നിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇദ്ദേഹം ഇങ്ങനെ കരയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ ഹിസ്ബുള്ള ഇസ്രയേലിന്റെ അതിർത്തിയിലേക്ക് എത്തിയെന്ന് മാത്രമല്ല, ഉള്ളിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് വാർത്ത വരുന്നത്. അതിന്റെ വീഡിയോകൾ ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടുണ്ട്. ഈ മാപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള പറഞ്ഞിരിക്കുന്നത്, ഈ കഴിഞ്ഞ രാത്രി 80 തവണയാണ് ഇസ്രായേലിന് നേരെ മിസൈൽ അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, ഇറാനും ഹിസ്ബുള്ളയും ഇപ്പോൾ ഏകീകരിച്ചുകൊണ്ടാണ് ഇസ്രയേലിലേക്ക് മിസൈൽ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഈ ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്, ഹിസ്ബുള്ളയും ആക്രമണം നടത്തുന്നത്. അതിന്റെ പിന്നിൽ ഹിസ്ബുള്ള കരമാർഗം ഇസ്രയേലിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നോക്കൂ നിങ്ങൾ, 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇസ്രയേലിന്റെ. ഒന്ന് മനാറ, അതുപോലെ മർഗലിയറ്റ്. ഈ 2 ഭാഗങ്ങൾക്കിടയിൽ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ സൈന്യം കടന്നു വന്നു എന്ന വാർത്ത വരികയാണ്. ഇതാണ് ലെബനാനും അതുപോലെ തന്നെ ഇസ്രയേലും തമ്മിലുള്ള ബോർഡർ. ഇവിടെ ഒരു ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ലൈനാണ് ഈ ലെബനാന്റെയും അതുപോലെ തന്നെ ഇസ്രയേലിന്റെയും ഇടയിലുള്ള ബോർഡർ. എന്നാൽ അതിനുള്ളിലാണ് മനാറ എന്നും അതുപോലെ തന്നെ മാർഗലിയറ്റ് എന്നറിയപ്പെടുന്ന ഈ 2 സ്ഥലങ്ങളുള്ളത്. ഈ ഭാഗത്ത് ഇപ്പോൾ ഹിസ്ബുള്ള ഇസ്രയേലിന്റെ അതിർത്തിയിലേക്ക് എത്തിയെന്ന വാർത്ത വരികയാണ്. ഇവിടെ നിങ്ങൾക്ക് തൈബ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഏകദേശം 6ഓളം ഇസ്രയേലിന്റെ മിർക്കോവ ടാങ്കുകൾ തകർത്തു. കഴിഞ്ഞ ദിവസവും ഇവിടെ ശക്തമായ രൂപത്തിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. 2 ടാങ്കുകൾ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള തകർത്തു. ആ തകർത്ത ടാങ്കിലുണ്ടായിരുന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു സംഘം ഇസ്രയേൽ സൈനികർ അവിടെ എത്തുമ്പോഴാണ് ശക്തമായ മിസൈൽ ആക്രമണത്തോടെ അവരെയും ആക്രമിക്കുകയുണ്ടായി. ഇങ്ങനെ ശക്തമായ ആക്രമണം ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഏകദേശം ഈ ഒരാഴ്ചയിൽ തന്നെ ഇവിടെ ത്വയ്ബ എന്നറിയപ്പെടുന്ന ഭാഗത്തായിരുന്നു ആക്രമണം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്താണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്, അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ആളുകൾ ഇവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിശക്തമായ ഒരു മുന്നേറ്റം നടക്കുന്നു. ചില ആളുകൾ പറയുന്നത് ഒരാഴ്ച കൂടെ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ഹൈഫയോട് അടുക്കാൻ, ഹിസ്ബുള്ള ഇസ്രയേലിന്റെ ഉള്ളിൽ ഹൈഫയോട് അടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് വരെ വിലയിരുത്തുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇസ്രയേൽ മുൻകൂട്ടി മനസ്സിലാക്കി അത്തരത്തിലുള്ള ഒരു ഭയം കാരണമാണ് ലിത്വാനി റിവർ, അതായത് ഇവിടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പുഴയാണ് ലിത്വാനി എന്നറിയപ്പെടുന്നത്. ആ പുഴയുടെ മുകളിലുള്ള എല്ലാ പാലങ്ങളും കഴിഞ്ഞ ദിവസം ഇസ്രയേൽ തകർക്കുകയുണ്ടായി. അവർ സൈനികമായി ഉള്ളിലേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ആ കാര്യം ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലിത്വാനി റിവർ. ഇതാണ് ഇവിടെ ഈ നീലക്കടലിൽ കാണുന്ന ലൈനാണ് ലിത്വാനി റിവർ എന്നറിയപ്പെടുന്നത്. ഈ റിവറിൽ നിന്നും നേരെ ഈ ഭാഗത്തേക്ക് ഉള്ളിലേക്ക് കടക്കുന്ന എല്ലാ പാലങ്ങളെയും ഇപ്പോൾ ഇസ്രയേൽ തകർത്തിരിക്കുകയാണ്. കാരണം അവരുടെ യുദ്ധ സാമഗ്രികളുമായി ഹിസ്ബുള്ള ഇങ്ങോട്ട് കടക്കുന്നതിനാണ് അത്തരം ഒരു ശ്രമം അവർ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ യുദ്ധങ്ങളിൽ യഥാർത്ഥത്തിൽ പാലം തകർത്തിരുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു ഭയം ഇസ്രയേലിന് ഇല്ലായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേ സമയത്ത് ഇപ്പോഴത്തെ ഇസ്രയേലിന്റെ സാഹചര്യം അതല്ല. ഹിസ്ബുള്ളക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ രൂപത്തിലുള്ള സപ്പോർട്ട് മിസൈൽ ആക്രമണങ്ങളിലൂടെ ഉണ്ടാകുന്നു.
മാത്രമല്ല ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പലതും തകർന്നുപോയി. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ ഈ മുന്നേറ്റങ്ങൾ ഇസ്രയേൽ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ പാലം തകർത്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ ഹിസ്ബുള്ള അതിശക്തമായ രൂപത്തിലുള്ള മുന്നേറ്റം ഇസ്രയേലിനെതിരെ കരമാർഗം നടത്തുന്നു എന്നതാണ് അവസാനമായി വരുന്ന വാർത്ത. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭീഷണിയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനിടയിൽ നമ്മുടെ പ്രേക്ഷകരായ പല ആളുകൾക്കും ഉപകാരപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സൗജന്യമായ ഇംഗ്ലീഷ് പഠനത്തോടൊപ്പം നമ്മുടെ കുട്ടികൾക്കുള്ള മദ്രസ പഠനവും കൂടെ നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ത്വയ്ബ അക്കാദമി. മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 2 പ്രത്യേകതകളാണ് ഈ സ്ഥാപനത്തിനുള്ളത്. ഒന്നാമത്തേത്, ഓരോ കുട്ടികളെയും ഇനീഷ്യൽ അസസ്മെന്റ് നടത്തി പ്രത്യേകമായ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. മദ്രസയിലേക്ക് തന്നെ പലപ്പോഴും എൻക്വയറി നടത്തുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, വായിക്കാൻ അറിയുന്നില്ല, ക്ലാസ് 4ലോ 5ലോ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പരാതിപ്പെടുന്ന പല ആളുകളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെയെല്ലാം ഇതിലൂടെ നമുക്ക് അസസ്മെന്റ് സെഷൻ നടത്തി ആ കുട്ടിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ പ്ലാനാണ് മദ്രസ തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഫ്രീ ഇംഗ്ലീഷ് ലേണിംഗ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലാണെങ്കിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്താൻ അവരെ പര്യാപ്തമാക്കുന്ന ഒരു രീതിയാണ് ഈ പ്ലാനിങ്ങിലൂടെ അക്കാദമി തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഫ്ലുവൻ്റ് ആയി വായിക്കാനും സംസാരിക്കാനും അതോടൊപ്പം ഇംഗ്ലീഷ് ഗ്രാമറുകളെല്ലാം പഠിപ്പിക്കുന്ന രീതിയാണ്, അത്തരത്തിലൊരു സിലബസ് ആണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ വിദേശത്തായതുകൊണ്ടോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കാൻ എന്തെങ്കിലും രീതിയിൽ തടസ്സം നേരിടുന്ന ആളുകൾക്കോ ഇതൊരു പക്ഷേ വലിയ ഉപകാരമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മദ്രസയോടൊപ്പം തന്നെ അവർക്ക് ഇംഗ്ലീഷും ലഭിക്കുന്നു എന്നതാണ് കേരളത്തിൽ ഓൺലൈൻ രംഗത്ത്, മദ്രസ രംഗത്ത് ഈ സ്ഥാപനത്തിന്റെ മാത്രം പ്രത്യേകത.